നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ടോപ്പിക് ഈസ് ഓവർ. കാർലോ അഞ്ചലോട്ടി പറയുകയാണ്, പനാമക്കെതിരെ ബ്രസീൽ 6-2 വിജയിച്ച ശേഷം മാധ്യമങ്ങൾ ചോദിക്കുകയാണ് നെയ്മറെ ഏത് പൊസിഷനിൽ കളിപ്പിക്കും നെയ്മർ ഫിറ്റായാൽ. അപ്പോൾ ആഞ്ചലോട്ടി പറയുകയാണ് നെയ്മർ ടോപ്പിക് ഈസ് ഓവർ, ഇനി ചോദ്യമില്ല, നെയ്മറെ കുറിച്ച് ചോദ്യമില്ല. പിന്നെ അദ്ദേഹം തമാശയായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഏത് ഇൻ്റർവ്യൂവിന് ആഞ്ചലോട്ടി ഇരുന്നാലും അതിലൊക്കെ നെയ്മറെ കുറിച്ചാണ് ചോദ്യം, ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ തമാശയായി പ്രതികരിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നെയ്മർ എവിടെ കളിക്കുന്നു ചോദിച്ചാൽ വേൾഡ് കപ്പ് വരെ ഞാനിങ്ങനെ സസ്പെൻസ് നിലനിർത്തും. കാരണം എന്താണെന്നറിയോ, അത് സസ്പെൻസ് ഞാൻ പൊളിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്നോടൊന്നും ചോദിക്കാനുണ്ടാവില്ല, നമുക്ക് സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. സോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ സസ്പെൻസ് നിലനിർത്തും. കാരണം നെയ്മർ ടോപ്പിക് ഈസ് ഓവർ എന്ന് വന്നാൽ പിന്നെ ഒന്നുമില്ലല്ലോ എന്നാണ് അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞത്. യെസ്, ഇനി ക്വസ്റ്റ്യൻ എടുക്കുന്നില്ല, നെയ്മർ ടോപ്പിക് ഈസ് ഓവർ എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം വിശദീകരിച്ചു. പിന്നെ അദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞു എന്താണ് നെയ്മർ എവിടെ കളിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നെയ്മർ ഏത് പൊസിഷനിലാണോ കളിക്കേണ്ടത് അവിടെ തന്നെ കളിക്കും. അതായത് മിഡ്ഫീൽഡിൽ, ഇൻ ദി മിഡിൽ ഓഫ് ദി ഫീൽഡ്. അദ്ദേഹത്തിന് ഔട്ട്സൈഡിൽ, അതായത് വിങ്ങിൽ കളിക്കാൻ പറ്റൂല. നെയ്മർ ഇനി വിങ്ങറായിട്ട് കളിക്കാൻ പോകുന്നില്ല. കളിക്കളത്തിൻ്റെ മധ്യത്തിൽ കളി നിയന്ത്രിക്കാനാണ് അദ്ദേഹത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ വിങ്ങറോ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറോ ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ളതാണ് ഞാൻ അധികം ഉദ്ദേശിക്കുന്നത്. റാഫീഞ്ഞ കളിച്ച പൊസിഷൻ അല്ലെങ്കിൽ വിനി കളിച്ച പൊസിഷൻ അങ്ങനെയൊക്കെ. സോ നെയ്മർ വിൽ പ്ലേ ഇൻ വൺ ഓഫ് ദോസ് പൊസിഷൻസ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് വിനി കുറച്ചും കൂടി ലെഫ്റ്റിലേക്ക് ചാരിയാണ് കളിക്കുന്നത്. ഏതായാലും ആ ഒരു പൊസിഷനൊക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വിങ്ങിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ നെയ്മർക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാധിക്കില്ല. അതുകൊണ്ട് കുറച്ചുകൂടി മിഡിലേക്ക് മാറ്റി നെയ്മറെ കളിപ്പിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് കോച്ച് ആഞ്ചലോട്ടി വ്യക്തമാക്കുന്നു. പിന്നെ ബ്രസീലിൻ്റെ മത്സരം ഇനിയുള്ളത് ഈജിപ്തിനെതിരെയാണ്. അത് ജൂൺ 6-നാണ്. ആ മത്സരത്തിൽ നെയ്മർ ഉണ്ടാവില്ല. അതേസമയം മൊറോക്കോക്കെതിരെയുള്ള ബ്രസീലിൻ്റെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരമാകുമ്പോഴേക്കും നെയ്മർ ഫിറ്റാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.